കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ മീറ്റിങ്ങിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മാത്രമല്ല, ഇപ്രകാരം നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി സർവശക്തനായ ദൈവം ഒരവസരം ഉണ്ടാക്കി തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കോട്ടയം സഭയിലുള്ള വിശ്വാസികളോടും അവിടെയുള്ള പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയെയും ഞാൻ ഈ അവസരം അറിയിക്കട്ടെ. തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇപ്രകാരം ദൈവസന്നിധിയിൽ ഇരിക്കുവാനും ഒരുപക്ഷെ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ വേണ്ടി ഈ നവമാധ്യമങ്ങളിൽ കൂടെ ഇപ്രകാരം ഒരുമിച്ച് കൂടുവാൻ ഒരവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആദ്യമായിട്ടാണല്ലോ ഞാൻ നിങ്ങളുമായിട്ട് ഇപ്രകാരം സംവദിക്കുന്നത്. ഇതിനു മുമ്പ് ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഏകദേശം 10 വർഷത്തോളമായിട്ടുണ്ടാവും സഭയിൽ വരുവാനും ഒരു സൺഡേയിൽ അവിടെ വചന ശുശ്രൂഷ ചെയ്യുവാനും ഒരവസരം എനിക്ക് ലഭിച്ചത് ഞാൻ ഓർക്കുകയാണ്. എന്നാൽ ഏകദേശം 42 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേരളത്തിൽ നിന്ന് പോകുന്ന വ്യക്തി ആയതുകൊണ്ടും കേരളത്തിന് വെളിയിൽ താമസിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും എന്നെ എല്ലാവർക്കും പരിചയമുണ്ടാവുകയില്ല. ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ പലരും എന്നെ കാണുന്നതും. അതുകൊണ്ട് തന്നെ ചില വാക്കുകൾ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓർപ്പിച്ചതുപോലെ എൻ്റെ പേര് ജോൺസൺ ജോർജ് എന്നാണ്. ഞാൻ ഇപ്പോഴായിരിക്കുന്നത് ഹൈദരാബാദ് സെക്കൻഡറാബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹൈദരാബാദ് സെക്കൻഡറാബാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളം കൊച്ചിൻ എന്ന് പറയുന്ന പോലുള്ള ഒരു ട്വിൻ സിറ്റി, 2 പട്ടണങ്ങൾ ചേരുന്ന ഒരു സ്ഥലമാണ്. തെലങ്കാന എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ഹൈദരാബാദ് എന്നുള്ളത്. കഴിഞ്ഞ ഏകദേശം 40-ലധികം വർഷങ്ങളായിട്ട് കർത്തൃ ശുശ്രൂഷയിൽ ആയിരിക്കുവാൻ ദൈവം അവസരം തന്നു. ഞാൻ ഏകദേശം 30-ലധികം വർഷം ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന് പറയുന്ന ക്രിസ്തീയ സംഘടനയോട് ചേർന്ന് ഇന്ത്യയിലും വിവിധ സ്ഥലങ്ങളിൽ കർത്തൃ ശുശ്രൂഷയിലായിരുന്നു. ഏതാനും വർഷങ്ങൾ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൻ്റെ വിവിധ ഐലൻഡുകളിൽ കടന്നുപോയി ദൈവവചനം അറിയിപ്പാനും ഏകദേശം 3.5 വർഷത്തോളം അവിടെ ആയിരിക്കാനും ദൈവം അവസരം തന്നു. അതിനുശേഷം കഴിഞ്ഞ 13 വർഷമായിട്ട് ഇവിടെയുള്ള സ്ഥലം സഭയോട് ചേർന്ന് സെക്കൻഡറാബാദിലുള്ള ക്രിസ്ത്യൻ ബ്രദറൻ അസംബ്ലിയോട് ചേർന്ന് കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്നു. ഇവിടെ ഒരു സഭയുണ്ട്. ഞങ്ങളിവിടെ കൂടുന്ന സഭ ഹൈദരാബാദിലും സെക്കൻഡറാബാദിലുമുള്ള ഹൈദരാബാദിലും സെക്കൻഡറാബാദിലും മാത്രമല്ല തെലങ്കാനയിലും ആന്ധ്രയിലുമുള്ള ഏക മലയാളം സഭ ഇതാണ്. ഞങ്ങളിവിടെ ഞായറാഴ്ച കൂടുന്നത് മലയാളത്തിലും ഇംഗ്ലീഷിലുമാണ് ഇവിടുത്തെ സർവീസ് നടക്കുന്നത്. കേരളത്തിൽ നിന്ന് വരുന്ന പ്രത്യേകിച്ച് ജോലിയുള്ള ബന്ധത്തിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസമുള്ള ബന്ധത്തിലും വരുന്ന അനേക സഹോദരി സഹോദരന്മാർക്ക് വരുവാനും ദൈവത്തെ ആരാധിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ അറിവിലും അതുപോലെ തന്നെ ആരെങ്കിലും സഭയിൽ നിന്ന് വരുന്ന പ്രിയപ്പെട്ടവർ ജോലിയുള്ള ബന്ധത്തിലോ പഠനത്തിലുള്ള ബന്ധത്തിലോ വരുന്നവരുണ്ടെങ്കിൽ ഇവിടെ കർത്താവിനെ ആരാധിക്കാനുള്ള അവസരമുണ്ട് എന്നുകൂടി ഞാൻ ആദ്യമായിട്ട് ഓർപ്പിക്കട്ടെ. ഞങ്ങളിവിടെ കുടുംബമായിട്ട് താമസിക്കുന്നു. എനിക്ക് 2 ആൺമക്കളാണുള്ളത്. 2 പേരും വിവാഹിതരാണ്. എൻ്റെ ഭാര്യ സിസിലി. ഞങ്ങൾ ഇവിടെ കുടുംബമായിട്ട് സെക്കൻഡറാബാദിൽ താമസിച്ച് കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇവിടെയുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത്, സഭയെ ഓർത്ത്, വിശ്വാസികളൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം പുതിയ നിയമ സംഭവങ്ങളിലൂടെ ഒരു യാത്ര എന്നാണ് ഞാൻ ഇതിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ. എന്താണ് ഇതിനൊരു ടൈറ്റിൽ അഥവാ ഒരു തലക്കെട്ട് കൊടുക്കേണ്ടതെന്ന് ചിന്തിച്ചപ്പോൾ പുതിയ നിയമത്തിൽ ദൈവവചനത്തിൽ അനേക സംഭവങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും വലിയ സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ സംശയരഹിതമെന്നെ നാം എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും വലിയ സംഭവം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം, യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗ്ഗാരോഹണം. ഇതാണ് പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ സംഭവം. എന്നാൽ ആ സംഭവം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അത് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ 1 മുതൽ 9 വരെയുള്ള ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ശൗലിൻ്റെ മാനസാന്തരം, തുടർന്നുള്ള തൻ്റെ ജീവിതം, താൻ എപ്രകാരം പൗലോസായി മാറി, തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം വ്യത്യാസം വന്നു, തൻ്റെ ജീവിതത്തിൽ വന്ന പ്രകടമായ വ്യത്യാസം എന്തായിരുന്നു, ഇത് അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ ശൗലിൻ്റെ മാനസാന്തരം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കിക്കഴിയുമ്പോൾ എന്താണ് നമുക്കതിൽ നിന്ന് പഠിക്കുവാനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് ബൈബിളിലെ പുതിയ നിയമത്തിലെ
സംഭവങ്ങൾ ചില സംഭവങ്ങൾ എടുത്തതിന് ശേഷം അതിനെ ഒരു എക്സ്പോസിറ്ററി അതിനെ വിവരിച്ച് ചില വിഷയങ്ങൾ സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പഠനം വളരെ ലളിതമായിരിക്കും. വളരെ ലളിതമായി പ്രായോഗിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നുള്ള വിഷയത്തെക്കുറിച്ച് ഈ സംഭവങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതം, നമ്മുടെ ഇന്നത്തെ ആത്മീയ ജീവിതത്തിന് എന്താണ് പഠിക്കാനുള്ളതെന്നാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറും ആ വിഷയത്തിലാണ് ഞാൻ പലപ്പോഴും പഠനം നടത്താറും ഉള്ളത്. എന്നാൽ ആ രീതിയിലായിരിക്കും ഈ പഠനം മുന്നോട്ട് പോകുന്നത് എന്നുകൂടി ആദ്യമായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള ഭാഗങ്ങൾ നമുക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള ഭാഗമാണ്. വായിക്കേണ്ട ആവശ്യമില്ല എങ്കിലും തീർച്ചയായിട്ടും നാം ദൈവവചനം പഠിക്കുമ്പോൾ ആ ഭാഗം വായിച്ചതിന് ശേഷം അതിൽ നിന്ന് ചിന്തിക്കുന്നതായിരിക്കുമല്ലോ ഉത്തമം. അതുകൊണ്ട് ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്ന്, ദമസ്കോസിൽ ഈ മാർഗ്ഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം അവിടെ പള്ളികൾക്ക് അവരോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക. നീ ചെയ്യേണ്ടുന്നത് അവിടെ വച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. അവനോട് കൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടു, എങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ശൗൽ നിലത്ത് നിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നാരെ ഒന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ 3 ദിവസം കണ്ണു കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. ഞാൻ ആദ്യമായിട്ട് ഓർപ്പിച്ചതുപോലെ ഈ സംഭവം മുഖാന്തരമാണല്ലോ പുതിയ നിയമത്തിൽ നമുക്ക് ഏകദേശം പുതിയ നിയമത്തിൻ്റെ പകുതിയോളം പരിശുദ്ധാത്മാവും ദൈവം നമുക്ക് നൽകി തരുവാൻ കാരണമായ ഒരു മഹാസംഭവമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. ഈ സംഭവം പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ 3 സ്ഥലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഒന്ന്, നാം വായിച്ച അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ ഒരു ഭാഗം നാം വായിച്ച ഭാഗത്ത് നാം വായിച്ചു കേട്ടു. അത് ക്രിസ്ത്യൻസിനെ അഥവാ വിശ്വാസികളെ ഉദ്ദേശിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിൽ അവിടെ യഹൂദന്മാരുടെ മുമ്പിൽ യഹൂദന്മാർക്ക് വേണ്ടി ആ വിഷയം ഒന്നുകൂടി വിവരിക്കുന്നതായിട്ട്, ആ സാക്ഷ്യം ഒന്നുകൂടി പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തിൽ ആ റോമക്കാർക്ക് വേണ്ടി ആ വിഷയം വീണ്ടും ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ തൻ്റെ സാക്ഷ്യം അപ്പോസ്തലനായ പൗലോസ് തൻ്റെ സാക്ഷ്യം ഓരോ പ്രാവശ്യം പറയുമ്പോഴും അതിൽ ചില പ്രകടമായ വ്യത്യാസങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം നിസ്സാരമെന്ന് കാണുന്നുവെങ്കിലും തൻ്റെ ആത്മീയ ജീവിതത്തിൽ എപ്രകാരം വളർച്ച, തൻ്റെ അനുഭവ സാക്ഷ്യം പറയുമ്പോൾ എങ്ങനെയാണ് തൻ്റെ ആത്മീയ ജീവിതത്തെ അത് ബാധിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്നാമത് നമുക്കറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഞാനൊന്ന് പറഞ്ഞു പോട്ടെ. 9-ാം അധ്യായത്തിൽ താൻ പറയുമ്പോൾ ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം ഞാൻ കണ്ടു എന്ന് പറയുന്നു. എന്നാൽ 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ താൻ പറയുകയാണ്, വലിയൊരു വെളിച്ചം ഞാൻ കണ്ടു, എ ഗ്രേറ്റ് ലൈറ്റ് ഫ്രം ഹെവൻ. മൂന്നാമത് 26-ാം അധ്യായത്തിൽ താൻ അത് വിശദീകരിക്കുമ്പോൾ പറയുകയാണ്, സൂര്യൻ്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്ത് നിന്ന് ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. ഓരോ പ്രാവശ്യവും താൻ ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ, ഈ വിഷയത്തെക്കുറിച്ച് തൻ്റെ സാക്ഷ്യം പറയുമ്പോൾ തൻ്റെ കാഴ്ചപ്പാടിൽ വലിയ വ്യത്യാസം വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സ്വർഗത്തിൽ നിന്ന് വന്ന ആ വെളിച്ചത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട്, തൻ്റെ അതിനെക്കുറിച്ചുള്ള അറിവ്, തൻ്റെ ആത്മീയ വളർച്ചയുടെ ചില ലക്ഷണങ്ങളൊക്കെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് ചില ദിവസങ്ങൾ മാത്രം, കേവലം 2 ദിവസങ്ങൾ മാത്രം ചെലവഴിച്ച ഒരു സ്ത്രീയെക്കുറിച്ച്, കർത്താവുമായി ആ സ്ത്രീയെക്കുറിച്ചാണല്ലോ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ അവൾ ആദ്യമായി കണ്ടുമുട്ടിയത് നാം വായിക്കുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ. ഈ സംഭാഷണത്തിൽ അവളുടെ ആത്മീയ ജീവിതത്തിൽ നിന്ന് വലിയ വ്യത്യാസത്തെക്കുറിച്ച് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിനെ ആദ്യം കണ്ടുമുട്ടിയപ്പോൾ ഈ സ്ത്രീ പറയുകയാണ്, നീ യഹൂദൻ. രണ്ടാമത് 12-ാം വാക്യത്തിൽ വരുമ്പോൾ
നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവൻ. അവളുടെ വിശ്വാസത്തിൻ്റെ വളർച്ച അവിടെ കാണാൻ സാധിക്കുന്നു. 19 വാക്യത്തിൽ അവൾ പറയുകയാണ്, യജമാനനെ നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. 4, സ്ത്രീ അവനോട്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. 25 വാക്യം. 5 നാം കാണുന്നത് അതിൻ്റെ 29 വാക്യം. അവൾ പറയുകയാണ്, അവൻ ക്രിസ്തു. 42 വാക്യത്തിലേക്ക് വരുമ്പോൾ പറയാണ്, അവൻ ലോകരക്ഷിതാവ്. കേവലം 2 ദിവസങ്ങൾ മാത്രം കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള പരിചയം. ആ പരിചയം മുഴുവൻ അവളുടെ ആത്മീക വളർച്ചയെക്കുറിച്ച്, അവളുടെ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിലുള്ള വ്യത്യാസമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരെ വചനം പഠിപ്പിച്ചതിന് ശേഷം കർത്താവ് പറഞ്ഞു നാം അക്കരയ്ക്ക് പോകുക എന്ന്. മർക്കോസിൻ്റെ സുവിശേഷം 4 അധ്യായത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. യാത്രാമധ്യേ കൊടുങ്കാറ്റും ആഞ്ഞടിച്ചു, കപ്പൽ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ശിഷ്യന്മാർ യേശുക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അവസാനം കാറ്റ് തുറന്നു. അവസാനം ഈ എല്ലാം കഴിഞ്ഞതിന് ശേഷം ശിഷ്യന്മാർ തമ്മിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവൻ ആർ? കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ? ശിഷ്യന്മാർക്ക് പോലും കർത്താവായ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുവാനായിട്ട് അന്നുവരെയും സാധിച്ചില്ല എന്ന് വേണം നമുക്ക് ആ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ദൈവവുമായിട്ട് കൂടുതൽ സംസർഗത്തിൽ വരുമ്പോൾ അവനെ കൂടുതൽ ആഴമായി അറിയുവാനും മനസ്സിലാക്കുവാനും ഇടയാവും. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ജീവിത ശൈലിയിൽ വ്യത്യാസം വരും, നമ്മുടെ ഇടപാടുകളിൽ വ്യത്യാസം വരും, നമ്മുടെ ആശയവിനിമയത്തിൽ വ്യത്യാസം വരും, നമ്മുടെ സംസാര രീതിയിൽ വ്യത്യാസം വരും. ബാഹ്യലോകവുമായിട്ട് ദൈനംദിനം നാം ഇടപഴകുന്നവരാണ്. നമുക്ക് എത്രയധികം വചനം അറിയാവുന്നോ, അല്ലെങ്കിൽ നമ്മൾ ബൈബിൾ വിശ്വസിക്കുന്നവരാണെന്നോ, നമ്മുടെ ഡോക്ടറിന് എത്രയധികം നല്ലതാണെന്നോ ഒന്നും അതിൽ ബോധേഡല്ല ലോകം. നാം എങ്ങനെയാണ് അവരോട് ഇടപെടുന്നത്, ഏത് രീതിയിലാണ് നാം പ്രതികരിക്കുന്നത്, ഏത് രീതിയിലാണ് നാം നമ്മെ തന്നെ അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്, നാം വിശ്വസിക്കുന്ന ദൈവത്തെ അവർ കാണുന്നത് നമ്മുടെ ഇടപാടുകളിൽ കൂടിയാണ്, നമ്മുടെ ജീവിതത്തിലുള്ള വ്യത്യാസത്തിൽ കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഓരോ പ്രാവശ്യവും താൻ പറയുമ്പോൾ തൻ്റെ കാഴ്ചപ്പാടിനുള്ള വ്യത്യാസം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്തായിരുന്നു പൗലോസിൻ്റെ അഥവാ ശൗലിൻ്റെ ജീവിതത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ 8 അധ്യായത്തിൻ്റെ 3 വാക്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. 8 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ ശൗലിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. 8 അധ്യായത്തിൽ അവർ 2-3 വാക്യം. എന്നാൽ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിലേൽപ്പിച്ച് സഭയെ മുടിച്ചു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ശൗൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. സഭയുടെ ആരംഭം മുതൽ ഇന്ന് വരെയും സഭയെ മുടിക്കുവാൻ വേണ്ടി സാത്താൻ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അകത്തു നിന്നും പ്രവർത്തിക്കുന്നുണ്ട്, പുറത്തു നിന്നും പ്രവർത്തിക്കുന്നുണ്ട്, ആന്തരികമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ബാഹ്യ ശക്തികളിൽ കൂടി പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. നമുക്കറിയാം, ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് 11ഓളം സ്റ്റേറ്റുകളിൽ, ഇനിയും ഭാവിയിൽ എത്രയധികം വരുമെന്ന് നമുക്കറിയില്ല, ഇന്ന് വരെയും 11ഓളം സ്റ്റേറ്റുകളിൽ ആൻറ്റി കൺവെൻഷൻ ലോ അല്ലെങ്കിൽ മതപരിവർത്തന നിയമം ഉണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അതായത് വീടുകൾ തോറും പോയി വലിച്ചിഴച്ച് കൊണ്ടുവന്നതിന് ശേഷം അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്ന ആ സംഭവം ആരംഭിച്ചത് ഇന്നും ഇന്നലെയുമല്ല. ആദിമ സഭയുടെ ആരംഭം മുതൽ സഭയെ തകർത്ത് കളവാൻ വേണ്ടി സാത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ലോക സൃഷ്ടിയുടെ ആരംഭം മുതൽ സാത്താൻ മനുഷ്യനെ തെറ്റിച്ച് കളയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ ജന്മമെടുത്ത ആ സമയം തന്നെ യേശുക്രിസ്തുവിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടി ഒരു ഭരണാധികാരി മുഖാന്തരം സാത്താൻ പ്രവർത്തിച്ച് നമുക്കറിയാവുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ ഈ ലോക ജീവിതത്തിൽ പരസ്യ ശുശ്രൂഷയിൽ അവനെ കൊന്നുകളവാൻ വേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചതായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സമയം വരുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ സമയം വരുമ്പോൾ മാത്രമേ ആ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് നമുക്കറിയാവുന്നതാണ്. ഇവിടെ സഭയെ മുടിച്ചു പോകുന്നു എന്നുള്ള ആ പ്രയോഗത്തിൽ
ഇന്നും സഭയെ മുടിക്കുവാൻ വേണ്ടി സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഉത്തമഗീതത്തിൻ്റെ 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാർ എന്നൊരു പ്രയോഗം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെറുകുറുക്കന്മാർ എന്നാണ് അവിടെ പറയുന്നത്. അതായത് മുന്തിരിവള്ളിയെ നശിപ്പിച്ച് കളയാൻ വേണ്ടി ശ്രമിക്കുന്ന ചെറുകുറുക്കന്മാർ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ ആ കുറുക്കന്മാർ എന്നുള്ള പ്രയോഗം മറ്റൊരു രീതിയിലാണ് ആക്കിയിരിക്കുന്നത്. ഫിലിപ്പിയർ 3-ാം അധ്യായം 2-ാം വാക്യം, നായ്ക്കളെ സൂക്ഷിപ്പീൻ, ബിവെയർ ഓഫ് ഡോഗ്സ്. നമുക്കറിയാം, ഒരു കാലത്ത് നമ്മൾ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കേരളത്തിലുള്ള മിക്കവാറും വീടുകളിലൊക്കെ ഗേറ്റിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട് ബിവെയർ ഓഫ് ഡോഗ്സ്. ഇന്നിപ്പം പലപ്പോഴും കാണാറില്ല, എങ്കിലും പണ്ടൊക്കെ കാണാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നായ്ക്കൾ എന്നാണ് പറയുന്നത്. തെറ്റായ പഠിപ്പിക്കലുകൾ അകത്ത് കയറിക്കൂടിയതിന് ശേഷം സഭയെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. തെറ്റായ പഠിപ്പിക്കലുകൾ സഭയിൽ കൊണ്ടുവരുന്ന ഒരു വിഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടെ മാത്രം രക്ഷയില്ല, അതോടുകൂടി മറ്റു ചിലതും കൂടി വേണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് ആളുകൾ സഭയിൽ കടന്നുകൂടി എന്ന് നമുക്കറിയാവുന്നതാണ്. അവരെക്കുറിച്ച് പറയുകയാണ് നായ്ക്കൾ, അവരെ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. ഇന്ന് ധാരാളമായി സഭയെ നശിപ്പിക്കുവാൻ വേണ്ടി തെറ്റായ പഠിപ്പിക്കലുകൾ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയൊക്കെ വളരെ ശക്തമായി, വാർത്താ മാധ്യമങ്ങളൊക്കെ വളരെ ശക്തമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തെറ്റായ പഠിപ്പിക്കലുകൾ നമ്മുടെ ഭവനത്തിനുള്ളിലേക്ക്, നമ്മുടെ ബെഡ്റൂമിലേക്ക്, നാം ആയിരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ കടന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ബൈബിൾ മാത്രം പോരാ, ബൈബിൾ പ്ലസ് സംതിങ്. ബൈബിളിൻ്റെ കൂടെ മറ്റു ചിലതും കൂടെ വേണം, എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കുകയുള്ളൂ എന്ന് അവർ പഠിപ്പിച്ച അതേ പഠിപ്പിക്കലുകൾ ഇന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ചെറുകുറുക്കന്മാരെ കുറിച്ച് പറയുന്നു, സഭയെ നശിപ്പിക്കുന്ന നായ്ക്കളെക്കുറിച്ച് പറയുന്നു. 1 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിന് പറയുമ്പോൾ ഭൂതങ്ങളുടെ ഉപദേശം എന്ന ഒരു പ്രയോഗം അവിടെയുണ്ട്. 1 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജ ആത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഫോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് അവിടെ അപ്പോസ്തലൻ പൗലോസ് തിമോത്തിയോസിനോട് എഴുതുമ്പോൾ താൻ പറയുന്നുണ്ട്. മറ്റൊരു പ്രയോഗം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ദുഷ്ടൻ്റെ പുത്രന്മാർ, അതായത് നല്ലതിൻ്റെ ഇടയിൽ, ഗോതമ്പിൻ്റെ ഇടയിൽ ദുഷ്ടൻ വിതച്ചതിന് ശേഷം വിതച്ചു പോകുന്ന കളയെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പ്രച്ഛന്നവേഷധാരി, അതായത് ഫാൻസി ഡ്രസ്, പ്രച്ഛന്നവേഷം എന്ന് പറഞ്ഞാൽ ഫാൻസി ഡ്രസ് എന്നാണല്ലോ പറയുന്നത്, പ്രച്ഛന്നവേഷം ധരിക്കുന്ന ഒരു സാത്താനെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണ്? വെളിച്ച ദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. അത് ഇപ്രകാരമാണ് വായിക്കുന്നത്, അവൻ്റെ ശുശ്രൂഷകന്മാർ നീതിയുടെ ശുശ്രൂഷകന്മാരുടെ വേഷം ധരിച്ചാൽ അതിൽ കാര്യത്തിൽ അതിശയമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ സഭയ്ക്കുള്ളിൽ കടന്നുകൂടി സഭയെ നശിപ്പിക്കുവാൻ വേണ്ടി അന്നു തുടങ്ങി ഇന്നും ആ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാം സൂക്ഷിക്കേണ്ടത് സൂക്ഷിച്ചു വേണം നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകാൻ. എന്നാൽ ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം അവിടെ പറയുകയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ആൻറ്റി കൺവെൻഷനിലോയോ അല്ലെങ്കിൽ തെറ്റായ പഠിപ്പിക്കലുകളോ എന്ത് കടന്നു വന്നാലും ആത്യന്തികമായി വിജയം ദൈവത്തിനാണ്, സഭയ്ക്കാണ്. അതിനെ നശിപ്പിക്കുവാനായിട്ട് ഒരു ചെറുകുറുക്കൻ വിചാരിച്ചാലോ, ഒരു നായ് വിചാരിച്ചാലോ, അല്ലെങ്കിൽ ഒരു ഫോഷ്കിൻ്റെ ഭൂതങ്ങളുടെ ഉപദേശം കൊണ്ടുവന്നാലോ, വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ചു വന്നാലോ, അൾട്ടിമേറ്റ്ലി അത് സാധ്യമല്ല എന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. ശൗലിനെ കുറിച്ചാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ സഭയെ മുടിക്കുവാൻ വേണ്ടി താൻ ശ്രമിച്ചതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചെന്ന് മാത്രം. എന്നാൽ ശൗലിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ആരായിരുന്നു ഈ ശൗൽ? ശൗലിൻ്റെ ജീവിതം വളരെ ദൈവം എപ്രകാരമാണ് ശൗലിനെ പ്രിപ്പയർ ചെയ്തത്, തൻ്റെ നാമമഹത്വത്തിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്തത് എന്ന് നാം നോക്കുമ്പോൾ യഹൂദ സംസ്കാരം വളരെ കൃത്യമായി പഠിച്ചവനായിരുന്നു ശൗൽ എന്നുള്ളത്.
വെറുതെ അങ്ങ് പോയതിന് ശേഷം എന്നാൽ അങ്ങ് സുവിശേഷം പറഞ്ഞേക്കാമെന്ന് വിചാരിച്ച് പറയുകയില്ലായിരുന്നു. യഹൂദന്മാരും താൻ പോകുന്ന ആളുകളുടെ സംസ്കാരവും കൾച്ചറും വളരെ വ്യക്തമായിട്ട് തനിക്ക് പഠിക്കുവാനിടയായി. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. താൻ ജനിച്ച സ്ഥലം കിലിക്കിയയിലെ തർസോസിലാണ് എന്ന് അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു റോമൻ സിറ്റിസൺ ആയിരുന്നു. അതായത് വളരെ അന്നത്തെ കാലത്ത് ആളുകൾ വളരെയധികം ബഹുമാനിച്ചിരുന്ന ആ സിറ്റിസൺഷിപ്പ് തനിക്ക് ഉണ്ടായിരുന്നതായിട്ട് അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിൽ നാം വളരെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. ഞാൻ റെഫറൻസ് നമുക്ക് പരിചിതമായതുകൊണ്ട് ഞാൻ റെഫറൻസ് മുഴുവൻ പറയുന്നില്ല, ഞാനങ്ങ് പറഞ്ഞു പോകുക മാത്രമാണ് ചെയ്യുന്നത്. മാത്രമല്ല താൻ വളരെ വളരെ ഉന്നത വിദ്യാഭ്യാസം പ്രാപിച്ച വ്യക്തിയായിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഗമാലിയേലിൻ്റെ കാൽപാദത്തിലിരുന്ന് വളരെ വളരെ ഉന്നത വിദ്യാഭ്യാസം പ്രാപിച്ച വ്യക്തിയായിരുന്നു. 5-മതായിട്ട് തൻ്റെ ഗുണം പറയുന്നത് താനൊരു പരീശനായിരുന്നു. ന്യായപ്രമാണത്തെ അതേപടി അനുഷ്ഠിക്കുന്ന വ്യക്തികളായിരുന്നു പരീശന്മാർ. എന്നാൽ പിന്നീട് വന്നപ്പോൾ ഈ പരീശന്മാർ മാനുഷികമായിട്ടുള്ള അനേക റൂൾസ് അവർ തന്നെ കൊണ്ടുവരികയും അത് അവർ എഴുതി ചേർക്കുകയും ചെയ്തു. അങ്ങനെയാണ് പരീശന്മാർ അപ്രകാരമായി തീരുവാൻ ഇടയായി തീർന്നതെന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. ഇന്നത്തെ ആധുനിക കാലത്ത് നാം ആരെങ്കിലും പരീശനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീശൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് വളരെ ബഹുമാനമില്ലാത്ത വാക്കായിട്ടാണ് ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നത്. എന്നാൽ അപ്രകാരമായിരുന്നില്ല അന്നത്തെ കാലത്ത്. വളരെ ബഹുമാനിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ആളുകളായിരുന്നു പരീശന്മാർ. മാത്രമല്ല തന്നെക്കുറിച്ച് പറയുന്നത് സ്തെഫാനോസിനെ കല്ലെറിയുവാൻ കൂട്ടുനിന്നവനായിരുന്നു. ആദ്യത്തെ രക്തസാക്ഷി, ക്രിസ്തീയ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്ന സ്തെഫാനോസിനെ കല്ലെറിയുവാൻ കൂട്ടുനിന്ന വ്യക്തിയായിരുന്നു താൻ. അതിനെക്കുറിച്ച് വളരെ പ്രാവശ്യം താൻ അതിനെക്കുറിച്ച് പറയുകയും അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുന്നത്. അത് 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. അതുമാത്രമല്ല താൻ യവന സംസ്കാരവും തത്വശാസ്ത്രവും പഠിച്ചവനായിരുന്നുവെന്ന് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിലും തീത്തോസ് 1-ാം അധ്യായത്തിലും നാം വളരെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. യഹൂദന്മാരുടെ ദൈവശാസ്ത്രത്തിൽ വളരെ അഗാധ പാണ്ഡിത്യം താൻ തേടിയിരുന്നു. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. 9-മതായിട്ട് തൻ്റെ ഗുണം തന്നെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ വളരെ തീഷ്ണതയും നേതൃത്വ ഗുണവും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ശൗൽ എന്ന് പറയുന്ന വ്യക്തി. എന്തിനാണ് ഞാൻ ഈ ശൗലിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്? തന്നെ ദൈവം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ തൻ്റെ പശ്ചാത്തലം പറയുവാനായിട്ട് ഇടയായി തീർന്നത്. അതിനെക്കുറിച്ചൊരു ദേവദാസൻ ഇങ്ങനെ പറയുകയുണ്ടായി. ഞാനൊന്ന് വായിക്കാം. ഇഫ് ഗോഡ് വാണ്ട്സ് ടു യൂസ് യു, ഹി വിൽ പ്രിപ്പയർ യു ഈവൻ വിതൗട്ട് യുവർ നോളജ്. ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ദൈവം പരിശീലിപ്പിച്ചിരിക്കും എന്ന് പറയുകയുണ്ടായി. എത്ര ശരിയാണ്. മോശയുടെ ജീവിതം ഒന്ന് നോക്കിക്കേ. ആദ്യത്തെ 40 വർഷം ദൈവം തന്നെ പാലസിൽ അല്ലെങ്കിൽ രാജകൊട്ടാരത്തിൽ പരിശീലിപ്പിച്ചു. അടുത്ത 40 വർഷം തന്നെ ആ ആടുകളുടെ കൂടെ മരുഭൂമിയിൽ പരിശീലിപ്പിച്ചു. അതിനുശേഷം താൻ ഹോരേബ് പർവ്വതത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ വേണ്ടി തന്നെ പരിശീലിപ്പിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നമ്മെ വിളിക്കുന്നുവെങ്കിൽ നാം പോലും അറിയാതെ ദൈവം നമുക്കതിനുള്ള കഴിവുകൾ തരും, അതിനുള്ള യോഗ്യതകൾ തരും, അതിനുള്ള പശ്ചാത്തലം ദൈവം നമുക്ക് ഒരുക്കി തരും എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. പഴയ നിയമത്തിലെ ജോസഫിൻ്റെ ജീവിതം ഒന്ന് നോക്കിക്കേ. പഴയ നിയമത്തിലെ ജോസഫിൻ്റെ ജീവിതം നാം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ജോസഫിൻ്റെ ജീവിതം ആരംഭിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. സാധാരണ 4 P's ഓഫ് ജോസഫ് എന്ന് പറയാറുണ്ട്. 4 P's ഓഫ് ജോസഫ്. ജോസഫിൻ്റെ ജീവിതത്തിലെ 4 P. 1 പിറ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടക്കിണർ, 2 പൊത്തിഫറിൻ്റെ ഭവനം, 3 പ്രിസൺ അതായത് ജയിൽ, 4 പാലസ്. ഒറ്റയടിക്ക് താൻ പാലസിൽ പോയി അഥവാ ഭരണാധികാരി ആകുകയില്ലായിരുന്നു. ദൈവം തന്നെ പരിശീലന കളരിയിൽ കൂടി കടത്തിവിട്ട് ദൈവഹിതപ്രകാരം തന്നെ ഉപയോഗിക്കായിരുന്നു. ദാവീദിൻ്റെ ജീവിതം നോക്കിയേ. ദൈവം തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ രാജാവായി അഭിഷേകം ചെയ്തതാണ്. അടുത്ത ദിവസം രാജാവാക്കിയില്ല. തന്നെ പല അനുഭവങ്ങളിൽ കൂടി കടത്തിവിട്ടു. മരുഭൂമിയിൽ കൂടി കടത്തിവിട്ടു. ദിവസങ്ങൾ ഗുഹയിൽ കഴിയേണ്ടതായിട്ട് വന്നു. മൃഗങ്ങളോടുകൂടെ ജീവിതം ചെലവഴിക്കേണ്ടത് വന്നു. വളരെ ഭീഷണിയിൽ കൂടി ഓടി പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. അവസാനം ദൈവഹിതപ്രകാരം തന്നെ ആക്കേണ്ട സ്ഥലത്ത് ആക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ സാധിക്കുന്നുവെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ
തീർച്ചയായിട്ടും അതിനുള്ള കഴിവ്, അതിനുള്ള പരിശീലനം, അതിനുള്ള യോഗ്യത വലിയവനായ ദൈവം തന്നെ കൊടുക്കും. അതിനുവേണ്ടി അവരെ പ്രിപ്പയർ ചെയ്യും. ഒരുപക്ഷെ അവർ പോലും അറിയാതെ തന്നെ ദൈവം അത് ചെയ്യും എന്നുള്ളതിനൊരു തെളിവാണ്. 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക്, നാം വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് ദമസ്കോസിൽ ഈ മാർഗ്ഗക്കാരായ പുരുഷന്മാരെയോ സ്ത്രീകളെ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരുവാൻ മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നു. അതായത് തൻ്റെ ആ തീഷ്ണതയാണ് അവിടെ കാണുന്നത്. പൗലോസിൻ്റെ തീഷ്ണത, അന്നത്തെ തീഷ്ണത, തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും താൻ ആ തീഷ്ണത വിട്ടുകളഞ്ഞില്ല. ഒരിക്കൽ വചനത്തിനെതിരായി താൻ പ്രവർത്തിക്കാനുള്ള തീഷ്ണത കാണിച്ച അതേ തീഷ്ണത കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി താൻ ഉപയോഗിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്താണ് ചെയ്തത്? ഈ മാർഗ്ഗക്കാരായ പുരുഷന്മാർ, രണ്ട് രീതിയിലാണ് വിശ്വാസികളെ, ക്രിസ്ത്യാനികളെ അവിടെ പറയുന്നത്. കർത്താവിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുന്നുണ്ട്, ഈ മാർഗ്ഗക്കാരെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ ക്രിസ്ത്യൻസ് എന്നുള്ള വാക്ക്, ക്രിസ്ത്യാനികൾ എന്നുള്ള വാക്ക് 3 സ്ഥലത്തെ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല വിശുദ്ധന്മാർ എന്നുള്ള വാക്കും ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ മാർഗ്ഗക്കാർ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വളരെ കൃത്യമാണ്. നമുക്ക് അറിയാം, ഈ നാം ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നതൊക്കെ നമുക്ക് ആരോ നമ്മെ പരിഹസിച്ച് വിളിച്ച പേരുകളാണ് ഈ ക്രിസ്ത്യാനി എന്നുള്ള പേര്. അത് നാം അങ്ങ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. നമ്മൾ പറയാറുണ്ട് ബ്രദറുകാരെന്നാണല്ലോ നമ്മൾ അറിയപ്പെടുന്നത്. അതും ആളുകൾ നമ്മുടെ സ്നേഹം കണ്ടതിന് ശേഷം സഹോദര എന്നുള്ള വിളിയും, ഒരു സഹോദരൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേരുന്നതും, മറ്റുള്ളവരുടെ ഇടയിൽ കാണാത്ത സ്നേഹമൊക്കെ കണ്ടുകൊണ്ട് ആളുകൾ പരിഹസിച്ച് സഹോദര എന്ന് വിളിച്ച് സഹോദരന്മാരായി തീർന്നു, ബ്രദറുകാരെന്ന് പറയാൻ അറിയപ്പെടുന്നു. അങ്ങനെയാണ് നാം അങ്ങനെ ആയിത്തീർന്നത്. അതുപോലെ തന്നെ ഈ മാർഗ്ഗക്കാർ, കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് മാർഗം എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കാണുന്നു. എന്നാൽ ഈ സംഭവത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന അവസ്ഥയെക്കുറിച്ച് 4-ാം വാക്യത്തിൽ, അവൻ നിലത്ത് വീണു, ഹീ ഫെൽ ടു ദ ഗ്രൗണ്ട്. ഇവിടെയാണ് തൻ്റെ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആരംഭിക്കുന്നത്. ഹീ ഫെൽ ഡൗൺ. ചാൾസ് സ്പർജൻ എന്ന് പറയുന്ന ദൈവദാസൻ ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാനതൊന്ന് വായിക്കാം. I have no doubt that on the way to Damascus, he rode a very high horse, but how soon God brought him down. വളരെ ഉയർന്ന കുതിരപ്പുറത്ത് അവൻ ഡമാസ്കസിലേക്ക് യാത്ര ചെയ്തു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. എന്നാൽ എത്ര പെട്ടെന്നാണ് ദൈവം അവനെ താഴേക്ക് നിലത്തേക്ക് കൊണ്ടുവന്നത്. ഹി ഫെൽ ഡൗൺ. ആ ഉയർന്ന അവസ്ഥയിൽ നിന്ന് എത്ര പെട്ടെന്നാണ് തനിക്ക് താഴേക്ക് വരുവാൻ ഇടയായത്. 3-ാം വാക്യത്തിൽ അവൻ്റെ കയ്യിൽ, അവൻ താഴെ വീണ് എടുക്കുമ്പോൾ അവൻ്റെ കയ്യിൽ എന്താണുള്ളത്? 3-ാം വാക്യം, അധികാരപത്രം. ഈ ലോകം കൊടുത്ത അധികാരപത്രം അവൻ്റെ ഒരു കയ്യിലുണ്ട്. 4-ാം വാക്യം, അവൻ നിലത്ത് വീണ് കിടക്കുകയാണ്. 7-ാം വാക്യം, മരവിച്ച് നിന്നു എന്ന് നാം വായിക്കുന്നു. 8-ാം വാക്യം, കൈക്ക് പിടിച്ച് അവനെ ദമസ്കോസിലേക്ക് കൊണ്ടുപോയി. 5-ാമതായിട്ട് നമുക്ക് കാണുന്ന 9-ാം വാക്യം, 3 ദിവസം കണ്ണ് കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. സർവശക്തനായ ദൈവത്തോട് ഏറ്റുമുട്ടുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ശൗലിൻ്റെ ജീവിതത്തിൽ വന്ന ദാരുണമായ ഒരു സംഭവമെന്ന് മാനുഷികമായിട്ട് നമുക്ക് പറയാം. എന്നാൽ ദൈവം നോക്കുമ്പോൾ അവനെ ചില ടേണിംഗ് പോയിന്റുകൾ കൂടെ കടത്തിവിടേണ്ടതായിട്ടുണ്ട്. ആ താഴെ വീണു എന്ന് പറയുന്ന പ്രയോഗം തന്നെ അവൻ്റെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. നമുക്കറിയാം, പലപ്പോഴും ഒരു ടേണിംഗ് പോയിൻ്റ് ആരംഭിക്കുവാൻ ചില കാരണങ്ങളുണ്ടായിരിക്കണം. അതിന് മോശയുടെ ജീവിതം വളരെ എന്താ പറയുക, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റിയ ഒരു ഉദാഹരണമാണ് മോശയുടെ ജീവിതം. താൻ അബദ്ധം പറ്റി ഒരാളിനെ കൊന്നു. അവനെ സംബന്ധിച്ച് ഒരു അബദ്ധം പറ്റി, കയ്യബദ്ധം പറ്റിയെന്ന് പറയാം. എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് അങ്ങനെ ആയിരുന്നില്ല. അത് നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. താൻ ഒരു വ്യക്തിയെ കൊന്നു, അവിടെ നിന്ന് തനിക്ക് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു എന്ന് വായിക്കുന്നുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നത് വിശ്വാസത്താൽ അവൻ അവിടുന്ന് മാറിപ്പോയി എന്നാണ് പറയുന്നത്. എന്നാൽ മോശയെ സംബന്ധിച്ച് അവൻ ഓടിപ്പോവുകയായിരുന്നു, ജീവരക്ഷാർത്ഥം ഭയന്നുകൊണ്ട് ഓടിപ്പോവുകയായിരുന്നു ചെയ്തത്. പുതിയ നിയമത്തിൽ അവൻ ഭയന്നില്ല എന്ന് വായിക്കുന്നുണ്ട്. എന്നാൽ അവൻ അവിടെ ചെന്ന്, നമുക്കറിയാം,
ആ ഒരു പ്രത്യേക സ്ഥലത്ത് പോയി അവൻ്റെ ജീവിതം അവിടെ മാറി മറിയുകയായിരുന്നു. ദൈവം അവനെ ട്രെയിനിങ്ങിൽ കൂടി കടത്തി വിട്ടു. അവസാനം നമുക്കറിയാവുന്നതുപോലെ ഹോരേബിൽ ദൈവത്തിന് മുമ്പിൽ നിൽക്കുവാനിടയായത്. അതൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു അവൻ്റെ ജീവിതത്തിൽ. ശൗലിൻ്റെ ജീവിതത്തിൽ ആ താഴെ വീണത് തന്നെ അവൻ്റെ ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ പല ടേണിംഗ് പോയിൻ്റുകൾ അയച്ചു തരാറുണ്ട്. നാം വഴി മാറി പോകാൻ വേണ്ടി ചില മുന്നറിയിപ്പുകൾ തരാറുണ്ട്. ആ മുന്നറിയിപ്പുകളെ നാം അവഗണിക്കാതിരിക്കുക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തൻ്റെ അവസ്ഥ ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ പിന്നീട് താൻ ഗലാത്യർക്ക് എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്: മനുഷ്യർ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ഇത് പൗലോസ് തന്നെ വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. പൗലോസിൻ്റെ ജീവിതം നാം പഠിക്കുമ്പോൾ ഒരു ദൈവവചനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുത്തുന്ന പ്രകടമായ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഞാൻ ഉപയോഗിച്ച വാചകം പ്രകടമായ മാറ്റങ്ങൾ. ആ മാറ്റങ്ങൾ പ്രകടമാണ്, മറ്റുള്ളവർക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. ഉൽപ്പത്തി പുസ്തകം 49-27 വാക്യം വായിക്കുമ്പോൾ അവിടെ ബെന്യാമിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ബെന്യാമിൻ കടിച്ചു കീറുന്ന ചെന്നായി. നമുക്കറിയാം ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നുള്ള വ്യക്തിയായിരുന്നല്ലോ ഈ ശൗൽ. പഴയ നിയമത്തിലെ ഒരു ശൗലുണ്ട്, അതും ബെന്യാമിൻ ഗോത്രക്കാരനാണ്. പുതിയ നിയമത്തിലെ ഈ ശൗലും ബെന്യാമിൻ ഗോത്രക്കാരനാണ്. അവൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവൻ കടിച്ചു കീറുന്ന ചെന്നായാണ്. അവൻ ഏത് സാഹചര്യത്തിലാണെങ്കിലും അവൻ അന്നത്തെ സാഹചര്യത്തിലും തീഷ്ണതയുണ്ടായി. കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴും അതേ തീഷ്ണതയോട് കർത്താവിന് വേണ്ടി നിൽക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. തൻ്റെ ജീവിതത്തിലുണ്ടായ പ്രകടമായ വ്യത്യാസങ്ങൾ ഈ 9 മുതലുള്ള 9-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്കും കൂടെ പെട്ടെന്ന് ഒരു എത്തിനോട്ടം നടത്തിയതിന് ശേഷം ഇന്നത്തെ സമയം അവസാനിപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്ന്, തൻ്റെ ജീവിതത്തിൽ വന്ന വ്യത്യാസം വളരെ വ്യക്തമായിട്ട് വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായി തീരുവാൻ തനിക്കിടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന 11-ാം വാക്യത്തിൽ അവനെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം, ഹീ ഈസ് പ്രേയിങ്, അവൻ പ്രാർത്ഥിക്കുന്നു. അവനെക്കുറിച്ച് പറയുമ്പോൾ, ഈ ശൗലിനെക്കുറിച്ച് പറയുമ്പോൾ, കടിച്ചു കീറുന്ന ചെന്നായിയെ ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനാക്കി മാറ്റുവാൻ ദൈവവചനത്തിനല്ലാതെ മറ്റെന്തിനാണ് കഴിയുന്നത്? ദൈവവചനം എവിടെ കടന്നു ചെന്നിട്ടുണ്ടോ അവിടെ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്, അവിടെ വലിയ പരിവർത്തനം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ വളരെ സ്ഥലങ്ങളിൽ പോവുകയും അനേക ആളുകളുടെ മധ്യത്തിൽ പോവുകയും അവരുമായിട്ട് ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ദൈവവചനം കടന്നു ചെന്ന സ്ഥലങ്ങളിൽ അതിൻ്റെ പ്രകാശം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അതിൻ്റെ വ്യത്യാസം കാണുവാൻ സാധിക്കും, ആളുകളുടെ ഇടപാടിൽ വ്യത്യാസം കാണുവാനായിട്ട് സാധിക്കും. അതേ ദൈവവചനത്തിനല്ലാതെ മറ്റൊരു വ്യക്തിയെ ഇപ്രകാരം മാറ്റുവാൻ ഇന്നു വരെയും സാധിച്ചിട്ടില്ല. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തിയിൽ വായിക്കുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 33 മുതൽ 37 വരെയുള്ള ഭാഗങ്ങളിൽ ദൈവവചനം കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ആദിമ നൂറ്റാണ്ടിലെ വിശ്വാസികളെ വളരെ കമ്മിറ്റഡായിട്ടുള്ള, അഥവാ ദൈവവചനം അനുസരിക്കുന്ന സമർപ്പണമുള്ള വിശ്വാസികളാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമാണ് സാധിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതാണല്ലോ തങ്ങൾക്കുള്ള സകലം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽപാദത്തിൽ വെക്കുവാനായിട്ട് അവർക്ക് സാധിച്ചത്. രണ്ടാമതായിട്ട് നാം വായിക്കുമ്പോൾ അശുദ്ധാത്മാക്കൾ ബാധിച്ച ശമരിയ പട്ടണക്കാരെക്കുറിച്ച് നാം അവിടെ വായിക്കുന്നുണ്ട് 8-ാം അധ്യായത്തിൽ. അവിടെ അവർ വളരെ സന്തോഷമുള്ളവരായി തീർന്നു. വളരെ സന്തോഷമുള്ളവരായി തീരുവാനായിട്ട് 8-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഈ ശമരിയക്കാർ, വെറുക്കപ്പെട്ട ജാതികൾ, ആരും ഒരു യഹൂദനും അവരുടെ മധ്യത്തിൽ പോകാറില്ലായിരുന്നു. അവർ വെറുക്കപ്പെട്ടവരായിരുന്നു. അവരെ സന്തോഷമുള്ളവരാക്കി മാറ്റുവാൻ ദൈവവചനത്തിലല്ലാതെ എന്തിനാണ് സാധിക്കുന്നത്? ഫിലിപ്പോസ് സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഷണ്ണൻ സന്തോഷമുള്ളവനായിട്ട് അവൻ്റെ വഴിക്ക് പോയതായിട്ട് അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ ക്രൂരനായ ജയിൽ പ്രമാണിയെ ദൈവത്തിൻ്റെ ദാസന്മാരെ ശുശ്രൂഷിക്കുന്നവനാക്കി മാറ്റുവാൻ ദൈവവചനത്തിനല്ലാതെ ആർക്കാണ് സാധിക്കുന്നത്? എഫെസോസിലുള്ള മന്ത്രവാദികളുടെ ഏകദേശം 50,000-ത്തിലധികം വെള്ളിക്കാശ് വിലയുള്ള പുസ്തകങ്ങൾ ചുട്ടുകരിച്ച് 19-ാം അധ്യായത്തിൽ പറയുകയാണ്, അവർ പുതിയ മനുഷ്യരായി തീർന്നു. അവരെ പുതിയ മനുഷ്യരാക്കി തീർക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനത്തിനല്ലാതെ മറ്റെന്തിനാണ് സാധിക്കുന്നത്? ദൈവവചനം എവിടെ കടന്നു ചെന്നിട്ടുണ്ട്? ഏത് അന്ധകാരത്തിൽ കടന്നു ചെന്നിട്ടുണ്ടോ അവിടെ പ്രകാശമാക്കി തീർത്തിട്ടുണ്ട്. അവിടെ ജീവിതത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നാം ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇന്ത്യ മഹാരാജ്യത്ത് 2-3% മാത്രമാണ് ക്രിസ്ത്യാനികളുള്ളത്. 2-3% മാത്രം.
എന്നാൽ മറ്റുള്ള ആളുകൾ അതിൽ കൂടുതലുണ്ട്. എന്തുകൊണ്ടാണ് ഈ ആൻറ്റി കൺവെൻഷനിലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ക്രിസ്ത്യാനികൾക്ക് മാത്രം എതിരായിട്ട് ഉപയോഗിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് അല്പം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ലോജിക്കായിട്ട് ചിന്തിച്ച് നോക്കിയാൽ അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന കാര്യമേ ഉള്ളൂ. അവർക്കറിയാം ഇതിലെന്തോ കാര്യമുണ്ട്. ഇവർ പ്രസംഗിക്കുന്ന പോലെ ഇവർ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ വ്യത്യാസമുണ്ടായിട്ടുണ്ട്. ഇവർ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ സ്കൂളുകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, ആളുടെ ഹൃദയത്തിൽ പരിവർത്തനം വന്നിട്ടുണ്ട്. അവരുടെ ജീവിത ശൈലി മാറിയിട്ടുണ്ട്, അവരുടെ ജീവിതം മറിഞ്ഞിട്ടുണ്ട്. അവർ പുതിയ വ്യക്തികളായിട്ട് തീർന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം അന്ധകാരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അത് അത്ഭുത പ്രകാശമായിട്ട് പ്രകാശിക്കുമെന്ന് നമുക്കറിയത്തില്ല എങ്കിൽ പോലും മറ്റുള്ളവർക്കറിയാം. അതുകൊണ്ടാണല്ലോ അവർ ഏറ്റവും ശക്തമായിട്ട് നമ്മെ എതിർക്കുന്നത്. അല്ലെങ്കിൽ ഈ 2% മാത്രമുള്ള ക്രിസ്ത്യാനികളെ എന്തുകൊണ്ടാണ് 98% ആളുകൾ പേടിക്കുന്നത്? ലോജിക്കായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ശൗലിൻ്റെ ജീവിതത്തിൽ വന്ന പ്രകടമായ മാറ്റങ്ങളെക്കുറിച്ചാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 9-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം നാം കാണുന്നു: കർത്താവിനെ അവൻ കാണുകയും അവൻ്റെ വചനം കേൾക്കുകയും ചെയ്തപ്പോൾ അവനെ കൂടുതൽ അറിയുകയും അവനെ പിന്തുടരുവാനുള്ള ഒരു അമിതമായ വാഞ്ച തൻ്റെ ഉള്ളിലുണ്ടായി. കർത്താവിനെ കണ്ടു, അവൻ മുഖാമുഖം കണ്ടു, മാത്രമല്ല കർത്താവിൻ്റെ വചനം കേട്ടു. അത് കഴിഞ്ഞപ്പോൾ തന്നെ പിന്തുടരുവാനുള്ള ഒരു വലിയ വാഞ്ച തൻ്റെ ഉള്ളിലുണ്ടായി. പിന്നീട് ഒരു തിരിഞ്ഞു നോട്ടം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. രണ്ടാമത് അവൻ പിന്നീടൊന്നും ചിന്തിച്ചിട്ടില്ല. എത്രയോ പ്രതികൂലങ്ങൾ കടന്നുപോയി, എത്രയോ പ്രാവശ്യം ജീവൻ നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യത്തിൽ കടന്നുപോയി. അവൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവൻ്റെ ഹൃദയത്തിലുള്ള അമിതമായ വാഞ്ച തൻ്റെ ജീവിത സായാഹ്നത്തിൽ ഇങ്ങനെ എഴുതിയതായിട്ടാണല്ലോ നാം വായിക്കുന്ന ദൈവവചനത്തിൽ 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ജീവിത സായാഹ്നത്തിൽ താനിങ്ങനെ പറയുകയാണ്: എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ദൈവദാസൻ അറിയാമായിരുന്നു തൻ്റെ നിര്യാണകാലം ഏകദേശം അടുത്തിരിക്കുന്നു. തൻ്റെ ജീവിതത്തെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം താൻ പറയുകയാണ്: ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനിയും എനിക്ക് എന്താണ് കിട്ടാനുള്ളത്? നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. താൻ വളരെ 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 കൃത്യമായിട്ട്, മാത്രമല്ല താൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്: ഞാൻ ചെയ്തത് നല്ല പോരാണ് പൊരുതത്, ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസത്തിന് വേണ്ടി ഞാൻ നിലകൊണ്ടു, വിശ്വാസത്തിന് വേണ്ടി ഞാൻ പോരാടി. ഇനി നീതിയുടെ കിരീടം നല്ലവനായ ദൈവം എനിക്ക് നൽകിത്തരും എന്ന് പറയുകയുണ്ടായി. ആ പ്രത്യാശയോടുകൂടി കർത്താവിനെ പിന്തുടരുവാൻ തനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രകടമായ വ്യത്യാസം. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 29 വരെ വാക്യങ്ങളോട് അതിനോട് ചേർന്ന് വായിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് വായിക്കാൻ സാധിക്കുന്നു: എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഒന്നാമത്തെ പ്രകടമായ വ്യത്യാസം നാം കണ്ടത് കർത്താവിനെ കൂടുതൽ അറിയുവാനും പിൻപറ്റുവാനുമുള്ള വലിയ വാഞ്ച തൻ്റെ ജീവിതത്തിലുണ്ടായി. രണ്ടാമത് നാം കാണുന്നത് 6-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം: നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും. രണ്ടാമത് കർത്താവിനെ അനുസരിക്കുവാനും ദൈവഹിതം നിവർത്തിക്കുവാനുമുള്ള വാഞ്ച. നീ എഴുന്നേൽക്കുക, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പോകുക, നീ ചെയ്യേണ്ട കാര്യം ഞാൻ അവിടെ വെച്ച് നിന്നോട് പറഞ്ഞു തരും. ചോദ്യം ചെയ്യാതെ കർത്താവിനെ അനുസരിക്കുവാനും ദൈവഹിതത്തിന് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനും തനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ഹിതമാണ് പലപ്പോഴും മുൻപ് നിൽക്കുന്നത്. ദൈവഹിതമെന്ന് നാം പലപ്പോഴും പറയാറുണ്ടെങ്കിലും നമ്മുടെ ഹിതത്തിനാണല്ലോ നാം മുഖ്യമായിട്ട് സ്ഥാനം കൊടുക്കുന്നത്. എന്നാൽ കർത്താവിനെ അനുസരിക്കുക, കർത്താവിനോട് പറഞ്ഞു നീ എവിടെ പോകണമെന്നല്ല, നീ പോവുക, ഞാൻ ചെയ്യേണ്ട കാര്യം നിന്നോട് പറയും. അവൻ അപ്രകാരം തന്നെ ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. മൂന്നാമതായിട്ട് നാം മുമ്പ് തന്നെ ഓർത്താണ്, ഒന്നുകൂടെ ഞാൻ പറയാം. 11-ാം വാക്യത്തിൽ അവൻ പ്രാർത്ഥിക്കുന്നു. അവനെ പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയാക്കി മാറ്റുവാനായിട്ട് സാധിച്ചു. ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോയപ്പോഴും, അടികൊണ്ടപ്പോഴും, ജയിലിലായിരുന്നപ്പോഴും, അന്ധകാരത്തിലായിരുന്നപ്പോഴും, തൻ്റെ കാൽ ചങ്ങലയിൽ ബന്ധിച്ചിരുന്നപ്പോഴും അവന് പ്രാർത്ഥിക്കുവാനും പാടുവാനും സാധിച്ചു. അത് തൻ്റെ ജീവിതത്തിലെ പ്രകടമായ ഒരു വ്യത്യാസമായിരുന്നു. ആരോടും പരാതിയോ പരിഭവമോ പറയാനില്ല. താൻ ദൈവത്തോട് സകലവും പറഞ്ഞതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു.
നാലാമത്തെ പ്രകടമായ വ്യത്യാസം 18-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു. 9-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. എഴുന്നേറ്റ് സ്നാനം ഏൽക്കുകയും ബലം പ്രാപിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് 22-ാം അധ്യായത്തിലും അത് പറയുന്നുണ്ട്. ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിൻ്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പറഞ്ഞു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. രക്ഷിക്കപ്പെട്ട അനേക വിശ്വാസികൾ പലപ്പോഴും സ്നാനത്തിൻ്റെ വിഷയം വരുമ്പോൾ അവർ പലപ്പോഴും അകന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിൽ തന്നെ പല അനുഭവങ്ങൾ എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സുവിശേഷം പറഞ്ഞ് വളരെ താല്പര്യമായിട്ട് മുമ്പിൽ വന്ന ഒരു കുടുംബത്തെക്കുറിച്ച് ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരികയാണ്. അവർ വളരെ സുവിശേഷം കേട്ടു, വളരെ താല്പര്യമായിട്ട് എല്ലാ കാര്യത്തിലും വരാനും സഹകരിക്കാനും ഒക്കെ തുടങ്ങി. ഒരു ദിവസം ബൈബിൾ ക്ലാസ് എടുത്തപ്പോൾ തീർച്ചയായിട്ടും ദൈവവചനത്തിൽ നിന്ന് പറയണമല്ലോ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ രക്ഷകനായിട്ട് അംഗീകരിച്ച് സ്നാനമേൽക്കണം. സ്നാനം എന്ന വാക്ക് കേട്ടപ്പോൾ തന്നെ അതായിരുന്നു അവസാന ദിവസം അവരെ പിന്നെ കണ്ടത്. അതിനുശേഷം പല പ്രാവശ്യം അവരെ മീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അവർ ഫോൺ എടുക്കുന്നില്ല. സ്നാനം എന്ന വാക്ക് കേൾക്കുമ്പോൾ വളരെ ഭയമാണ് ലോകത്തിലുള്ള മനുഷ്യർക്ക് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രക്ഷിക്കപ്പെട്ട വ്യക്തികൾ, കർത്താവിനെ രക്ഷകനായിട്ട് അംഗീകരിച്ച വ്യക്തികൾ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കേണ്ടത്, അതൊരു പക്ഷേ കുഞ്ഞുങ്ങളായിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ദൈവവചനം പറയുന്നുണ്ട്. അതാണല്ലോ പറയുന്നത്, ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിൻ്റെ പാപം കഴുകിക്കളക എന്ന് പറഞ്ഞു. 5-ാമത്തെ പ്രകടമായ വ്യത്യാസം തൻ്റെ ജീവിതത്തിൽ വന്നത് 19-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. അവൻ ദമസ്കോസിൽ ശിഷ്യന്മാരുടെ കൂടെ ഏറെ നാൾ പാർത്തു. ശിഷ്യന്മാരുമായി കൂട്ടായ്മ ആചരിച്ചു. ഇത് ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആവശ്യമാണ്, കൂട്ടായ്മ ആചരിക്കുക എന്നുള്ളത്. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് ഞാൻ വായിച്ച ഒരു കഥ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. ഒരു വിശ്വാസിയെ കുറേ നാളുകളായിട്ട് സഭായോഗത്തിന് കാണുന്നില്ല. സഭയിലെ പ്രധാനപ്പെട്ട വ്യക്തി ഒരു ദിവസം ഇദ്ദേഹത്തെ കാണുവാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ വളരെ തണുപ്പുള്ള ഒരു രാത്രിയായിരുന്നു. താൻ നിരപ്പോട് വെച്ചതിന് ശേഷം വളരെ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ ചിമ്മിനി പോലൊരു സാധനമുണ്ട്, തീ കത്തിച്ച് അവർ ചൂട് കായുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം ഇങ്ങനെ വിറക് വെച്ച് ആ വിറകിൻ്റെ ചോട്ടിൽ, തീയുടെ ചോട്ടിലിരുന്ന് തീ കാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ദൈവദാസൻ അവിടെ പോയി അദ്ദേഹത്തിൻ്റെ കൂടെ സൈഡിലിരുന്നതിന് ശേഷം ഈ കത്തിക്കൊണ്ടിരുന്ന ഈ നിരപ്പോടിൽ നിന്ന് അല്ലെങ്കിൽ ഈ തീയിൽ നിന്ന് ഓരോ വിറകുമ്പുകൾ താൻ ഓരോന്നോരോന്നായി മാറ്റി ഒരു സ്ഥലത്തേക്ക് വെക്കുവാനിടയായി. ഒരു തകമ്പെടുത്ത് ആദ്യം മാറ്റിവെച്ചു, മറ്റൊരു വിറകെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ മാറ്റിവെച്ചു. കുറേ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ തീ അതുവരെയും ജ്വലിച്ചുകൊണ്ടിരുന്ന, ആളിക്കത്തിക്കൊണ്ടിരുന്ന, അതുവരെയും പ്രകാശം കൊടുത്തുകൊണ്ടിരുന്ന, അതുവരെയും ചൂട് നൽകിക്കൊണ്ടിരുന്ന ആ തീ കറുത്ത് ആ കനലെല്ലാം കെട്ട് വളരെ കറുത്ത ഒരവസ്ഥയിലേക്ക് മാറി. അവിടെ ആ റൂമിൽ മുഴുവനും വളരെ തണുപ്പുള്ള അവസ്ഥയിലേക്ക് മാറുവാനിടയായിത്തീർന്നു. അത് കഴിഞ്ഞതിന് ശേഷം, ചില നിമിഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം, താൻ എടുത്തു വെച്ചതുപോലെ ഓരോ വിറകുമ്പോഴും തിരിച്ച് താൻ ആ തീയിലേക്ക് എടുത്തു വെക്കാനിടയായി. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തീ വീണ്ടും ആളിക്കത്തി അവിടെ പ്രകാശം പകരുവാനിടയായി. അതിനുശേഷം ഈ ദേവദാസൻ ഒന്നും പറയാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് താൻ വെളിയിലേക്ക് പോയി. ഗേറ്റിൻ്റെ അടുക്കൽ ചെന്നപ്പോഴേക്കും ഈ വളരെ നാളുകളായിട്ട് സഭയിൽ വരാതിരുന്ന ഈ വ്യക്തി തിരിച്ചു വിളിച്ചതിന് ശേഷം താൻ ഇപ്രകാരം പറഞ്ഞതായിട്ടാണ് ഞാൻ വായിച്ചത്. പാസ്റ്റർ, താങ്ക് യു ഫോർ ദാറ്റ് ഫയറി സെർമൺ. പാസ്റ്റർ, താങ്ക് യു ഫോർ ദാറ്റ് ഫയറി സെർമൺ. ഐ വിൽ ബി ബാക്ക് ടു ദ ചർച്ച് നെക്സ്റ്റ് സൺഡേ. ആ തീ പാറുന്ന പ്രസംഗത്തിനായിട്ട് വളരെ വളരെ നന്ദി. അടുത്ത ആഴ്ചയിൽ ഞാൻ സഭയിലേക്ക് മടങ്ങി വരും. അദ്ദേഹത്തിന് കൊടുത്ത മെസ്സേജ്, അതേ ആ തീ വിറക് ഒരുമിച്ചിരുന്നപ്പോൾ അത് കത്തി ജ്വലിച്ച് പ്രകാശം പകർത്തി ചൂട് പകർത്തി പരസ്പരം ചൂട് പകർന്നുകൊണ്ട് ഇരുന്ന വിറക് കൊള്ളികൾ ഓരോന്നോരോന്നായി മാറ്റിവെച്ചപ്പോൾ അവിടെ അന്ധകാരം വന്നു, അവിടെ തണുപ്പ് വന്നു, അവിടെ വളരെ 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 ശോചനീയമായ സാഹചര്യം. ആ മെസ്സേജ് തനിക്ക് കൊടുത്തായിട്ട് ഞാൻ വായിക്കുവാനിടയായി. ആ കൂട്ടായ്മ, മറ്റുള്ള വിശ്വാസികളുമായിട്ടുള്ള ആത്മീയ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിന് നമുക്കറിയാം,
ഗ്രീക്ക് ഭാഷയിൽ കൊയിനോനിയ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം ഹോൾഡിങ് സംതിങ് ഇൻ കോമൺ, അതായത് ഒരേ സ്വഭാവമുള്ള വ്യക്തികൾ, ഒരേ സ്വഭാവമുള്ള ദൈവമക്കൾ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുന്നതാണല്ലോ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി അവർ ഒരുമിച്ച് കൂടി അവർ കൂട്ടായ്മ ആചരിച്ചു. അതായിരുന്നു ആദിമ വിശ്വാസികൾ ചെയ്തിരുന്നത്. 2-ാം അധ്യായത്തിന് 42-ാം വാക്യം, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോൾ ഈ കൂട്ടായ്മ ആചരിക്കുക എന്നുള്ളത് ഈ പറഞ്ഞ മറ്റുള്ള കാര്യങ്ങളെപ്പോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ്. അത് നാം ഒട്ടും വിട്ടുകളയേണ്ട കാര്യമല്ല. വല്ലപ്പോഴുമൊക്കെ സഭയിലൊന്ന് പോയാൽ മതിയെന്നോ, വല്ലപ്പോഴുമൊക്കെ ഒന്ന് അറ്റൻഡൻസ് പോകാതിരിക്കാൻ വേണ്ടി പോയാൽ മതിയെന്നോ അല്ല. സഭാവിശ്വാസികളുമായിട്ട് നിരന്തരം ആത്മീയ കൂട്ടായ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 6-ാമതായിട്ട് 9-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം കൂടി നമുക്ക് വായിക്കാം. യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. പെട്ടെന്ന് തന്നെ താൻ ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങിയതായിട്ട് നമ്മൾ വായിക്കുകയാണ്. അവൻ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കി, കർത്താവിനോട് സംസാരിച്ചു, കർത്താവിനെ മുഖാമുഖം കണ്ടു, കർത്താവിൻ്റെ വചനം അവൻ മനസ്സിലാക്കി. അതിനുശേഷം താൻ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട്, അവന് ശക്തമായ ഒരു സാക്ഷിയായിട്ട് നിലനിന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ പ്രകടമായ വ്യത്യാസം എത്ര വലിയ വ്യത്യാസമാണ്. 8-ാമത്തെ 22-ാം വാക്യം, ശൗലോ മേൽക്ക് മേൽ ശക്തി പ്രാപിച്ചു. ഹി ഗ്രൂ സ്പിരിച്വലി. നമുക്കറിയാം, എബ്രായലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെയുള്ള ഒരു കൂട്ടം വിശ്വാസികളെക്കുറിച്ച് പറയുന്നത് 12 മുതലുള്ള വാക്യങ്ങൾ. 5-ാം അധ്യായം, കേൾപ്പാൻ മാന്യമുള്ളവരാണവർ, ഉപദേശങ്ങളുടെ ആദ്യ പാഠങ്ങൾ തന്നെ നിലനിൽക്കുന്നവരാണ്, കട്ടിയുള്ള ആഹാരം കഴിക്കാൻ വയ്യാത്തവരാണ്, അവർ ശിശുവല്ലോ എന്നാണ് പറയുന്നത്. നാം കണ്ടല്ലോ, 2 ദിവസത്തെ പരിചയം ഉണ്ടായിരുന്നല്ലോ ശമരിയ സ്ത്രീക്ക് യേശുവുമായിട്ട്. നീ ഒരു യഹൂദനെന്ന് ആദ്യം മനസ്സിലാക്കിയ ശമരിയ സ്ത്രീ അവസാനം പറയുകയാണ്, നീ ലോകത്തിൻ്റെ രക്ഷിതാവ് എന്ന് പറയുകയാണ്. ആത്മീയ വളർച്ച, വർഷങ്ങളായിട്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തോട് ഒരുമിച്ചായിരിക്കുകയും ചെയ്യുന്നവരാണെങ്കിലും ആത്മീയ വളർച്ച നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമായിരിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. അതായത് യേശു കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, ദൈവം നമ്മളോട് ഇടപെട്ട് കഴിയുമ്പോൾ, കർത്താവിനെ മുഖാമുഖം കണ്ടു കഴിയുമ്പോൾ, മാത്രമല്ല ദൈവവചനം നമ്മളോട് പരിവർത്തിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമായ വ്യത്യാസമുണ്ടാകണം. ആ പ്രകടമായ എന്നുള്ള കാര്യത്തിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. അത് പ്രകടിപ്പിക്കേണ്ടതാണ്, അത് കാണേണ്ടതാണ്, മറ്റുള്ളവർ കാണേണ്ടതാണ്. 1-ാമത്തെ വ്യത്യാസം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചു. കർത്താവിനെ അറിയുകയും അവനെ പിൻപറ്റുവാനുമുള്ള തീവ്രമായ ഒരു വാഞ്ച പൗലോസിലുണ്ടായി. 2-ാമതായി കർത്താവിനെ അനുസരിക്കുവാനും ദൈവഹിതം ചെയ്യുവാനും അവൻ്റെ ജീവിതം താൻ പൂർണ്ണമായി സമർപ്പിച്ചു. അത് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെയും താൻ അപ്രകാരം തന്നെ തുടർന്നു. 3-ാമതായിട്ട് അവൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നു. 4-ാമതായിട്ട് അവൻ സ്നാനമേറ്റു. കർത്താവിനെ പരസ്യമായിട്ട് സ്നാനം ഏറ്റതായിട്ട് നാം കാണിക്കുന്നു. 5-ാമതായിട്ട് വിശ്വാസികളുമായിട്ടുള്ള കൂട്ടായ്മ ആചരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് വിശ്വാസികളുമായിട്ടുള്ള കൂട്ടായ്മ ആചരിച്ചു. വീണ്ടും 6-ാമതായിട്ട് നാം കണ്ടത്, കർത്താവായ യേശു ക്രിസ്തുവിനെ സാക്ഷീകരിച്ചു. മറ്റുള്ളവരോട് കർത്താവിനെക്കുറിച്ച് പറയുകയും ദൈവത്തിൻ്റെ വചനം കിട്ടുന്ന അവസരത്തിൽ അവൻ പള്ളികളിലും അതുപോലെ തന്നെ മറ്റുള്ള സിനഗോഗുകളിലും അതുപോലെ ആളുകൾ കൂടുന്ന ഇടയിലും പരസ്യ സ്ഥലത്തും ദൈവത്തിൻ്റെ വചനം ലജ്ജ കൂടാതെ താൻ പ്രസംഗിച്ചു. 7-ാമതായിട്ട് നാം കണ്ടത്, അവൻ ആത്മീകമായി വളർന്നു. വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവഹിതമെങ്കിൽ അടുത്ത തിങ്കളാഴ്ച ഇതേ സമയത്ത് നമുക്ക് മറ്റൊരു സംഭവവുമായി കണ്ടുമുട്ടാമെന്ന് വിചാരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.